അമ്മാവാ ഇന്നെങ്ങാനും വരുവോ? ചോറുണ്ടാക്കാൻ പാടില്ല, ഇതിനൊക്കെ കെട്ടി ഒരുക്കി വിടാനാ പാട്. ക്ലീറ്റോ എടാ ഒന്നും കൂടി പാടാ നേരായി. ഇതെന്താ ഇങ്ങനെ വരുന്നത്? എന്താ വേഷം മാറാത്ത്? വേഷം മാറാൻ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല, അതുകൊണ്ട് വേഷം മാറുന്നില്ല. ഇത് കൊണ്ടുകൊടുക്കണ്ടേ? ഇത് കൊണ്ടുകൊടുക്കാൻ ഞാനില്ല. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. റോഡിൽ ഇറങ്ങി ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ വാങ്ങിച്ച് വിഴുങ്ങി കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കണത് എന്താന്ന്, ഇത് ഉപ്പില്ല, പുളിയില്ല, കറി ഇത് എന്താ വായി വെച്ച് കൊള്ളാൻ എങ്ങനെ വരണ സാർ ഇതും കഴിച്ചോണ്ടാണ് കിടക്കണേന്ന്. അയ്യോ അവരുടെ തമാശ പറയുന്നതല്ലേ? ഭയങ്കര തമാശ തന്നെ. അമ്മാവൻ എന്താ പറഞ്ഞ് നമ്മൾ ഈ അന്നം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അന്നം ഇങ്ങനെ കഴിച്ചിട്ട് അവർ പ്രാർത്ഥിക്കും നമുക്ക് ഇത് കൊണ്ടുവന്ന ആളിന് നല്ലത് വരുത്തണെന്ന്. തിന്ന് തീർന്നിട്ട് അങ്ങോട്ട് മാറിയിട്ട് അവനൊക്കെ പറയണ കേൾക്കണം, കുറെ കുറ്റങ്ങളാണ്. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം. 2 ദിവസം കൂടി ഒരുത്തനുണ്ടല്ലോ ചീത്ത വിളിച്ചേക്ക് എത്തി വൈകിയന്, ഇങ്ങനെയാണോ കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്നു. അത് വേറൊന്നും അല്ല, അവര് വിശന്നിരിക്കുകയല്ലേ, ഇതും പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. യാതനകളിലൂടെ ഒക്കെ ഇങ്ങനെ പുണ്യപ്രവൃത്തി ചെയ്താലേ ഇരട്ടി ബലം. അയ്യോ ബലം കിട്ടി തുടങ്ങി. പിന്നെ ബലം അങ്ങനെ വന്നിരിക്കല്ലേ. പാർട്ടിന്ന് എനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് മിക്കവാറും എന്നെ സസ്പെൻഡ് ചെയ്യും. അയ്യോ ഇത്രയും മഹത്വം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. 2 ദിവസം കൂടി നീ ഒന്നും കൂടെ കൂടെ വാ. അതെ 2 ദിവസത്തെ കാര്യം കൂടെ അല്ലേ ഉള്ളൂ. 2 ദിവസം നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കൊടുത്തോ, എന്റെ പൂർണ്ണ അനുഗ്രഹം ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ തമാശയൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഇത് കൊടുക്കാൻ ഞാനില്ല, എന്നെ കിട്ടില്ല. നിങ്ങൾ വേണേ കൊണ്ട് കൊടുത്താൽ മതി. നീ തമാശ കളിക്കില്ല. എന്താണ് സാറേ ഉണ്ടായേ? എന്റെ അളിയ അമ്മാവൻ റോഡിൽ പിച്ചക്കാർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നപ്പം കുറെ തടിയന്മാരല്ലടാ വണ്ടിയിൽ വന്നിറങ്ങി അമ്മാവൻ എടുത്തിട്ട് ഇടിച്ചളിയാ. എന്താ കാര്യം എന്താ? അതെ അവര് പറയാണ് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിച്ചക്ക് ഇരുത്തിയിട്ട് ആ കാശോണ്ട് ജീവിക്കാണ് തെറ്റിയത്. ഇനി വേലാക്കള് ചെയ്ത കൊല്ലൂന്ന് പറഞ്ഞിട്ട് ഇടിച്ചു.